വെൽക്കം ടു ഫുഡ് ടാഗ്. ഏതൊരു സദ്യ എടുത്താലും ഇലയിൽ ആദ്യം വിളമ്പണത് നാല് വറുത്തതും ശർക്കര ഉപ്പേരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നാല് വറുത്തതാണ്. ഇതിന് പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ചിലയിടത്ത് നുറുക്കുപ്പേരി എന്നും പറയും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഒരു സദ്യ ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തുനിന്നല്ലേ വാങ്ങാറ്. ഇത്തവണ ഓണത്തിന് എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ 1/2 കിലോ നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നിറം മാറിയിട്ടുണ്ട്. നല്ലോണം മൂത്ത കായയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് ദിവസമാണോ ഉണ്ടാക്കാൻ പോണേ ആ ദിവസം വാങ്ങിയാൽ മതി കേട്ടോ. അടുത്തത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നേന്ത്രക്കായ തോല് കളഞ്ഞെടുക്കണം. അതിനായിട്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ നീളത്തിലൊന്ന് കീറി കൊടുക്കണം. അപ്പോൾ കീറണ സമയത്ത് കത്തി നല്ലോണം അകത്തേക്ക് പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കായയിൽ തട്ടിയിട്ട് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒന്ന് കീറിക്കൊടുത്ത് ഒന്ന് അകറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ തോല് കളഞ്ഞ ഓരോ കായും നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് ഇതില്ല കറ പോകാനായിട്ട് വെക്കുക. കടയിലൊക്കെ അവർ ഡയറക്റ്റായിട്ട് സ്ലൈസ് ചെയ്ത് ഇടുക കേട്ടോ. അപ്പോൾ ഓരോ കായും മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം അതുപോലെ ഒരു കിച്ചൺ ടവൽ എടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ഇനി ഈ നേന്ത്രക്കായ 4ആയിട്ട് മുറിച്ചെടുക്കണം. അതിനായിട്ട് അതുപോലെ ആദ്യം 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. വീണ്ടും 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്താൽ 4 പീസായിട്ട് കിട്ടും. ഇനി അത് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടിയും പാടില്ല, ഒരുപാട് സന്നത്തിലും പാടില്ല കേട്ടോ. ഏകദേശം ഈ ഒരു സൈസിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുത്ത് തന്നെ വെക്കുക. അതിന് ശേഷം ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നമ്മുടെ ഈ ഒരു ചിപ്സിന് ഏറ്റവും നല്ലത് കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പോർഷൻസ് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീരെ ലോവും കൂടുതലായിട്ട് ഹൈ ആവാനും പാടില്ല. ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ പോകണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ഒരുപോലെ എല്ലാ ചിപ്സും ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/4 വേവാവണ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെള്ളവും ഉപ്പും മഞ്ഞളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2-3 ടീസ്പൂണാട്ടോ ഒഴിച്ചു കൊടുക്കണത്. കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയണ സമയത്ത് ഇതൊന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഉപ്പ് കറക്റ്റാണോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇൻ കേസ് കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 4 വറുത്തത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഓരോ ബാച്ച് ഇടുമ്പോഴും കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ഫ്രൈ ആയി കിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കരുത്. കറക്റ്റായിട്ട് അതിൻ്റെ സമയം കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രം അത് അകത്തും പുറത്തും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. എന്നിരുന്നാൽ എന്താ, സദ്യക്ക് നമ്മൾ ഉണ്ടാക്കിയ ശർക്കര വരട്ടും 4 വറുത്തതൊക്കെ ഇങ്ങനെ ഇലയിൽ വെക്കണ സമയത്ത് അതിൽ നിന്ന് കിട്ടണ സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ഓരോ ബാച്ചായിട്ട് വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ശർക്കര വട്ടാണ്. അതും കാണാൻ മറക്കരുത്. ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. വീഡിയോസ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ വീഡിയോയുടെയും താഴെ കമൻറ്റ് എന്തായാലും ഇടണം കേട്ടോ. കാണുന്നവർ നിങ്ങളുടെയൊക്കെ കമൻറ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതെടുത്ത് പറയണത് ഓരോ വീഡിയോയിലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പല റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ അയച്ച് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ എല്ലാവരോടും. അപ്പോൾ പിന്നെ മറക്കാതെ ഈ ഒരു ചിപ്സ് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്